ഹായ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SCERT സോഷ്യൽ സയൻസിലെ മാറുന്ന ഭൂമി എന്ന ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്ററാണ് മാറുന്ന ഭൂമി. ഇതിന്റെ പാർട്ട് 1 ആണ് നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനേക്കാളും ഭീകരമായിരുന്നു അന്നത്തെ രാത്രി. അതിഭയാനകമായ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഞെട്ടിയുണർന്നത്. സമയം 3 മണിയോടടുക്കുന്നു. പുറത്ത് അതിശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിശക്തമായ ഉരുൾപൊട്ടൽ അടുത്തെവിടെയോ സംഭവിച്ചതാണെന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. പുറത്തേക്കിറങ്ങിയപ്പോൾ ഭയന്ന് വിറച്ചുപോയി. പാറകൾ തമ്മിലിടിച്ചു പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിക്കുന്നതിന്റെ അതിഘോര ശബ്ദം, പലയിടങ്ങളിലായി ആളുകളുടെ നിലവിളികൾ, വീടിനു പുറകിലെ കാട്ടിലൂടെ എത്താവുന്നത്ര ഉയരത്തിലേക്ക് ഓടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു. അതോടെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ വീടിരുന്ന ഭാഗത്തു കൂടിയല്ല ഉരുൾപൊട്ടിയത്. ഇനി ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് കൂടി അവർ കൂടെ രക്ഷപ്പെട്ടോ എന്ന് അറിയണം. ഓരോരുത്തരുടെയും പേര് വിളിച്ചലറി കുട്ടികൾ ഉൾപ്പെടെ ഒരു കൂട്ടം മനുഷ്യർ ഓടിയെടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കണ്ടത്. ഞങ്ങളുടെ വീട്ടിലിരുന്ന മലഞ്ചെരുവിൽ ഏതാനും മീറ്റർ താഴെ താമസിച്ചിരുന്നവർ. അവരുടെ ദേഹം അപ്പാടെ ചെളിയായിരുന്നു. എല്ലാവരും ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ 2ാമത്തെ പൊട്ടുപൊട്ടി. പിന്നൊന്നും നോക്കാതെ ഞങ്ങൾ എല്ലാവരും വീട് വിട്ട് കുന്നിൻ മുകളിൽ സുരക്ഷിതമെന്ന് തോന്നിയ ഒരിടത്തേക്ക് ഓടി. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തി 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്ത് പലയിടങ്ങളിലായി സംഭവിച്ച ഉരുൾപൊട്ടലുകളിലെ ഒരു അതിജീവതയുടെ അനുഭവ സാക്ഷ്യമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാണ് വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്? 2024 ജൂലൈ 30. 2024 ജൂലൈ 30 എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ ഒരു ദിവസം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് വിപത്തും ദുരന്തവും? നമ്മൾ പറയുന്നത് പോലെ വിപത്ത്, ദുരന്തം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്, വ്യത്യാസം എന്താന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. എന്താണ് വിപത്ത്, എന്താണ് ദുരന്തം? ദുരന്ത നിവാരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നാം പരിചയപ്പെടേണ്ടതുണ്ട്. വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കൈകാര്യക്ഷമത എന്നിവയാണവ. ഏതൊക്കെയാണ്? വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കൈകാര്യക്ഷമത എന്നിവയാണവ. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തെ വിപത്തെന്ന് പൊതുവെ വിവക്ഷിക്കാം. എന്താ പറയുന്നത്? ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തെ നമുക്ക് എന്ത് പറയാം? വിപത്തെന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് വിപത്തെന്ന് മനസ്സിലായല്ലോ. ഇനി ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമാണ് ദുരന്തം. മനസ്സിലായോ? എന്താണ് വിപത്ത് എന്ന് മനസ്സിലായി. ഇനി ദുരന്തം എന്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമാണ് ദുരന്തം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഈ ദുരന്തത്തിന് ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയാണ് വിപത്ത് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ജനവാസം തീരെ ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു ഭൂകമ്പം പോലും ദുരന്തമായി പരിണമിക്കുകയില്ല. മാനുഷിക പ്രവർത്തനത്താലോ പ്രകൃത്യാലോ വിപത്തുകൾ സംഭവിക്കാം. ഏതൊരു വിപത്തിനെയും ഒരു ജനതക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ദുരന്തമായിട്ട്
പരിണമിക്കാം അല്ലെ. അത് നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ഒരു വിപത്തിനെ നമുക്ക് നേരിടാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമുക്കൊരു ദുരന്തം എന്ന് തന്നെ പറയാം. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് നഷ്ടസാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടം, അതാണ് നഷ്ടസാധ്യത. ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളും നഷ്ടങ്ങളുടെയും തോതാണ് ആഘാത സാധ്യത, വൾനറബിലിറ്റി എന്ന് പറയും. അതായത് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതിനെയാണ് ആഘാത സാധ്യത എന്ന് പറയുന്നത്. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള ഒരു ജനതയുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? കാര്യക്ഷമത എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ, എന്താണ് കാര്യക്ഷമത? ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള ഒരു ജനതയുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വിപത്ത് പറഞ്ഞു, ദുരന്തം പറഞ്ഞു, നഷ്ടസാധ്യത പറഞ്ഞു, ആഘാത സാധ്യത പറഞ്ഞു, കൈകാര്യക്ഷമത അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭൗമോപരിതലം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായ ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഭൗമോപരിതലം നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായ ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് ഭൗമോപരിതലത്തിലെ ഓരോ ഭൂരൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായാണ്. അപ്പൊ പർവ്വതങ്ങള്, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായാണ്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൗമോപരിതലം നിരന്തരമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായിട്ടുള്ള ചലനവും അതുപോലെ ചലന പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് എന്തുണ്ടാവുന്നത്? ഭൗമോപരിതലത്തിൽ ഓരോ ഭൂരൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായിട്ടാണ്. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനമായ ഈ ചലനങ്ങളെ ഭൗമചലനങ്ങൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഈ ഭൗമചലനങ്ങളെ അവയ്ക്ക് കാരണമായ ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അന്തർജന്യ ചലനങ്ങളുണ്ട്, ബാഹ്യജന്യ ചലനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അന്തർജന്യ ചലനങ്ങൾ, ബാഹ്യജന്യ ചലനങ്ങൾ. ഇത് ഭൗമചലനങ്ങളെ എന്തിന്റെ അടിസ്ഥാനങ്ങളാണ്? അവക്ക് കാരണമായ ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അന്തർജന്യ ചലനങ്ങൾ, ബാഹ്യജന്യ ചലനങ്ങൾ. എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറയും അന്തർജന്യ ചലനങ്ങൾക്ക്. അതായത് ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണിവ. ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതകളിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണിവ. ഏത്? അന്തർജന്യ ചലനങ്ങൾ. എന്നാൽ ബാഹ്യജന്യ ചലനങ്ങൾ അല്ലെങ്കിൽ എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകൾ. ഭൗമോപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് എന്തെന്ന് പറയുന്നത്? ബാഹ്യജന്യ ചലനങ്ങൾ. ഈ അന്തർജന്യ ചലനങ്ങൾ ഭൂമിക്കുള്ളിലെ അനുപ്രസരണം, ആദിമ താപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവയാണ് അന്തർജന്യ പ്രക്രിയകൾക്ക് കാരണം. അപ്പൊ അന്തർജന്യ പ്രക്രിയകൾക്ക് കാരണം എന്താ? ഭൂമിക്കുള്ളിലെ അനുപ്രസരണം, ആദിമ താപം,
ഭൂമിക്കുള്ളിലെ അനുപ്രസരണം, ആദിമ താപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം, ഇതൊക്കെയാണ് ഇതിന് കാരണം. ഇനി ഭൂപ്രദേശങ്ങളുടെ ചെരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം. ഭൂപ്രദേശങ്ങളുടെ ചെരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളിലുള്ള സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ എന്നിവയാണ് ബാഹ്യജന്യ പ്രക്രിയകൾക്ക് കാരണം. ഓക്കെ, ഓരോന്ന് പഠിച്ചു വെച്ചേക്കാം. ഇപ്പോ അന്തർജന്യ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അന്തർഭാഗത്ത്, ഭൂമിക്കുള്ളിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത് ഏതിനെ? അന്തർജന്യ ചലനങ്ങൾക്ക് കാരണമായിട്ടുള്ള ബലങ്ങൾ, അതുപോലെ ഭൂമിക്കുള്ളിലെ അനുപ്രസരണം, ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം, ഇവയാണ് ഇതിന് കാരണം. ഏതിന്? അന്തർജന്യ പ്രക്രിയകൾക്ക് കാരണം. പക്ഷേ ഭൂപ്രദേശത്തിന്റെ ചെരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളിലുള്ള സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭ ജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ എന്നിവ ബാഹ്യജന്യ പ്രക്രിയകൾക്ക് കാരണമാണ്. ഓക്കെ ആണല്ലോ. ഇനി സംവഹന പ്രവാഹങ്ങൾ അല്ലെങ്കിൽ കൺവെക്ഷൻ കറൻസ് എന്ന് പറയുന്നത്, കൺവെക്ഷൻ കറൻസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സംവഹന പ്രവാഹം എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് വർദ്ധിക്കുന്നുണ്ട്? താപം വർദ്ധിക്കുന്നുണ്ട്. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം എവിടെ? ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്ക ഭാഗത്തോട് അടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. എന്താണ് സംവഹന പ്രവാഹം? ഒന്നുകൂടെ പറയാം. എന്താണ്? അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ എന്തുണ്ടാക്കും? താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്ക ഭാഗത്തോട് അടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. അതുപോലെ മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് എന്താണ്? സംവഹന പ്രവാഹം. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഏതാനും പേപ്പർ കഷ്ണങ്ങൾ ഇടുക. ബീക്കറിൽ അടിഭാഗത്തുള്ള ജലവാളി ചൂടായി മുകളിലേക്ക് വരുന്നതും മുകളിലെത്തി തണുത്ത് താഴേക്ക് പോകുന്നതും ബീക്കറിൽ നിക്ഷേപിച്ച പേപ്പർ കഷ്ണങ്ങളുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ രീതിയിലാണ് ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മയും ചലിക്കുന്നത്. അതാണ് സംവഹന പ്രവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി ഭൂകമ്പം ഓരോ പിക്ചർ കണ്ടോ? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, പർവ്വതങ്ങളുടെ രൂപീകരണം. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലക ചലനം എന്നിവയെല്ലാം അന്തർജന്യ ചലനങ്ങളുടെ ഫലമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലക ചലനം, ഇതൊക്കെ അന്തർജന്യ ചലനങ്ങളുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. ഇവയെ നമുക്ക് മന്ദചലനങ്ങളെന്നും ദ്രുത ചലനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഏതിനെ? അന്തർജന്യ ചലനങ്ങളെ. എൻഡോജനിക് മൂവ്മെന്റ്സിനെ നമുക്ക് ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സ് ആൻഡ് സഡൻ മൂവ്മെന്റ്, അങ്ങനെ ഒന്ന് മന്ദചലനം, രണ്ട് ദ്രുതചലനം, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അന്തർജന്യ ചലനങ്ങളെ തരംതിരിക്കാം. അതിൽ മന്ദചലനങ്ങളിൽ പെടുന്നതാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയയും പർവ്വത രൂപീകരണ പ്രക്രിയയും. പക്ഷെ ഭൂകമ്പം, അഗ്നിപർവ്വതം പ്രവർത്തനങ്ങളൊക്കെ ദ്രുത അല്ലെ, പെട്ടെന്നുള്ള, അതായത് സഡൻ മൂവ്മെന്റ്സ് ആണ്, ദ്രുത ചലനങ്ങളാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനം. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങൾ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക്
കാരണമാകുന്നു. പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് എന്തുണ്ടാവുന്നത്? ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്ന് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. ഓക്കെ, ഇനി ഗണ്ഡപർവ്വതങ്ങളും ഭ്രംശ താഴ്വരയും. പിക്ചർ നോക്കുക. ഗണ്ഡപർവ്വതം അതുപോലെ ഭ്രംശ താഴ്വര. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായി, ഫോൾട്ട് എന്ന പ്രക്രിയയുടെ ഫലമായി ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഗണ്ഡപർവ്വതങ്ങൾ. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായിട്ട് ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഗണ്ഡപർവ്വതങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന താഴ്വര, അപ്പൊ അവിടെ ഒരു ഭാഗം എന്ത് ചെയ്യാണ്, ഉയർന്നു പോവാണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു അടിഭാഗം അത് ഉയരുമ്പോൾ അതിനടുത്തുള്ളത് എന്തായിരിക്കും, താഴ്ന്നിട്ടായിരിക്കും അല്ലെ. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ഈ താഴ്വരകളാണ് ഭ്രംശ താഴ്വര. അപ്പൊ ഗണ്ഡപർവ്വതം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, അവിടെ സ്വാഭാവികമായിട്ട് ഭ്രംശ താഴ്വര രൂപം കൊള്ളുന്നു. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായിട്ടുള്ള ഭൂവൽക്കം, ഭൂമിയുടെ ഏറ്റവും പുറംപാളി ഏതാണപ്പോ, ഭൂവൽക്കമാണ്. ഈ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഭാഗമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും, ശരാശരി എത്ര കിലോമീറ്റർ കനമുണ്ട്, 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുമുള്ള ഈ പാളിയുടെ തൊട്ടു താഴെ, ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുമുള്ള ഈ പാളിയുടെ തൊട്ടു താഴെ ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അസ്തനോസ്ഫിയർ. അപ്പൊ എന്താണ് അസ്തനോസ്ഫിയർ? ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറഞ്ഞു. ഇനി ശരാശരി 100 കിലോമീറ്റർ കനമുള്ള ഖരാവസ്ഥയിലുള്ള ഈ പാളിയുടെ തൊട്ടു താഴെ ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ശിലാമണ്ഡലത്തിന് എന്താണ്, താഴെ അല്ലെ, ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുള്ളതുമായിട്ടുള്ള ഏത് പാളി, ശിലാമണ്ഡല പാളിയുടെ തൊട്ടു താഴെ ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് ശിലാദ്രവം അഥവാ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെ ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ്, അസ്തനോസ്ഫിയറിൽ നിന്നാണ് ശിലാദ്രവം അഥവാ മാഗ്മ എന്ന് പറയും. അത് ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെ ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. ഭൗമാന്തർ ഭാഗത്ത് നിന്നും ശിലാദ്രവത്തോടൊപ്പം വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, എന്തൊക്കെ, ഭൗമാന്തർ ഭാഗത്ത് നിന്നും ശിലാദ്രവത്തോടൊപ്പം എന്തൊക്കെ വരും, വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പുറന്തള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറന്തള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വത വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഭൗമാന്തർ ഭാഗത്തു നിന്നും ശിലാദ്രവത്തോടൊപ്പം വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പുറന്തള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പുറന്തള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വതം അല്ലെ, അഗ്നിപർവ്വതത്തിലൂടെയാണല്ലോ ഇതാവുന്നെന്ന് പറഞ്ഞത്, എന്ത് ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ പുറന്തള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വത വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഉപരി മാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപരി മാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവമാണ് മാഗ്മ. എന്നാൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ ലാവ എന്നാണ് അറിയപ്പെടുന്നത്. ഉപരി മാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവം മാഗ്മ എന്നും, അത് പുറത്തേക്ക് വരുമ്പോൾ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ ലാവ എന്നും അറിയപ്പെടുന്നു. ഒക്കെയാണല്ലോ. അഗ്നിപർവ്വതത്തിന്റെ ഘടനയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, വോൾക്കാനിസം എന്ന് വെച്ചാൽ മാഗ്മയുടെ രൂപീകരണം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം. മാഗ്മയുടെ രൂപീകരണം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറന്തള്ളൽ. മാഗ്മയുടെ രൂപീകരണം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും
ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറന്തള്ളൽ, തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം, ലാവാ പ്രവാഹം, മാഗ്മയുടെ ഘനീകരണം, വിവിധ ആഗ്നേയ ഭൂരൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം എന്താണ് ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ. വലുപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വലിപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതൊക്കെ സവിശേഷതകളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡെറ എന്നിങ്ങനെ തരംതിരിക്കാം. മനസ്സിലായോ എന്താ പറഞ്ഞിട്ടുള്ളത്? അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡെറ എന്നിങ്ങനെ തരംതിരിക്കാം. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡെറ എന്നിങ്ങനെ തരംതിരിക്കാം. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയ സമതലങ്ങൾ രൂപപ്പെടാറുണ്ട്. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയ സമതലങ്ങളും രൂപപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഡെക്കാൻ പ്രവിശ്യ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. കരയിലും കടലിന്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി നോക്കാനുള്ളത് അഗ്നിപർവ്വതങ്ങളും മനുഷ്യജീവിതവും. ജനവാസ മേഖലയോടടുത്ത അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലപ്പോഴും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ജനവാസ മേഖലയോടടുത്ത അഗ്നിപർവ്വത സ്ഫോടനം എന്തുണ്ടാക്കും? ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാകുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ലാവാ പ്രളയം, ഭൂപ്രകൃതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. അഗ്നിപർവ്വതങ്ങളും മനുഷ്യജീവിതവും എന്ന് പറയുമ്പോൾ ജനവാസ മേഖലയോടടുത്ത അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എപ്പോഴും എന്തുണ്ടാകും? പലപ്പോഴും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ലാവാ പ്രളയം, ഭൂപ്രകൃതി, ആവാസ ഇടങ്ങൾ എന്നിവയെ സാരമായിട്ട് ബാധിക്കും. വീടുകൾ നശിക്കുകയും അനേകം പേരെ ഭൂരഹിതരും തൊഴിൽ രഹിതരും ആക്കുകയും ചെയ്യുന്നു. അഗ്നിപർവ്വത സ്ഫോടനം അളവറ്റ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. 1883 ക്രാക്കത്തോവ പർവ്വത സ്ഫോടന ഫലമായി 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ഏത് വർഷം? 1883 1883 ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനം. ഏതാണ് ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട്? അത് വർഷം 1883. ഇതിന്റെ ഫലമായിട്ട് 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ഇന്തോനേഷ്യയിലെ ജാവക്കും സുമാത്രക്കും ഇടക്കുള്ള കാക്രാത്തോവ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശവും അതിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിൽ ആണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇന്തോനേഷ്യയിലെ ജാവക്കും സുമാത്രക്കും ഇടക്കുള്ള ക്രാക്കത്തോവ ദ്വീപ്, ജാവ, സുമാത്ര, ഇതിനിടയിലുള്ള എന്താണ് ക്രാക്കത്തോവ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശവും അതിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിൽ ആണ്ടുപോവുകയാണ് ഉണ്ടായത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമുക്ക് തടയാനാവില്ല. എന്നാൽ ശാസ്ത്രീയമായ രീതികളും മുൻകരുതലുകളും ആഘാതത്തിന്റെ തീവ്രത കുറക്കും. അഗ്നിപർവ്വതങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കിയും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മേഖലകളെ നിരന്തരം നിരീക്ഷിച്ചും മുന്നറിയിപ്പുകൾ നൽകിയും അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ലാവാ ഒഴുക്ക്, ചെളിയൊഴുക്ക്, ചാരം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുള്ള ദുരന്തങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാനാവും. ഓക്കെ, അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ
ഇങ്ങനെ അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്നു. ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളെയും ലാവ കത്തിച്ച് ചാമ്പലാക്കുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ എന്ത് ചെയ്യും? ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകും. ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളെയും ലാവ എന്ത് ചെയ്യും? കത്തിച്ച് ചാമ്പലാക്കുന്നു. ഒപ്പം കറുത്ത പാളി പോലെ അവ അവശേഷിക്കുകയും ചെയ്യും. ഇവിടെ നോക്കുക കേട്ടോ. മൗണ്ട് വെസൂവിയസ്, ക്രാക്കത്തോവ, മൗണ്ട് സെന്റ് ഹെലൻസ്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരം, ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ, പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് എന്നിവ ഏറെ ഫലഭൂഷ്ടി ഉള്ളതാണ്. അത് മനസ്സിലാക്കുക. കൃഷിക്ക് അനുയോജ്യമായ ഇത്തരം പ്രദേശങ്ങൾ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യന് ഏതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഭൗമതാപോർജ്ജം ചിലയിടങ്ങളിൽ വൈദ്യുതോർജ്ജമാക്കി മാറ്റി പ്രാദേശിക ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ലാവ ധാതു സമ്പന്നമാണ്. മൂല്യമുള്ള പല ധാതുക്കളും ലാവയുടെ ഒഴുക്കിലൂടെ എവിടെ എത്തുന്നുണ്ട്? ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അഗ്നിപർവ്വത മേഖലകൾ ധാരാളം വിനോദസഞ്ചാരികളെയും ആകർഷിക്കാറുണ്ട്. ഭൂമിയുടെ പുറംപാളിയായ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഫലകങ്ങളായി വിഭജിച്ച് കിടക്കുകയാണ്. ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഫലകങ്ങളായി വിഭജിച്ച് കിടക്കുകയാണ്. ഓക്കെ. ഈ ശിലാമണ്ഡല ഫലകങ്ങൾ അവക്ക് താഴെയുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫലകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണമാണ് എന്തിന് കാരണമാവുന്നത്? ഭൂകമ്പങ്ങൾക്ക് കാരണം. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനം ഉണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ എന്ത് രൂപപ്പെടും? ഘർഷണം രൂപപ്പെടും. ഈ ഘർഷണം ഒരു തരത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫലകാതിരുകളിൽ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കുകയും വലിയ തോതിൽ ഊർജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകാതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നു. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിൽ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകാതിരുകളിൽ പൊടുന്നനെ ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നു. തുടർന്ന് ഫലകാതിരുകളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഊർജം പൊടുന്നനെ സ്വതന്ത്രമാക്കപ്പെടുന്നു. ഓക്കെ. ഇത് തരംഗരൂപേണ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഭൗമോപരിതലത്തിൽ എത്തുന്നു. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് ഭൗമോപരിതലത്തിൽ ഭൂചലനമായി അനുഭവപ്പെടുന്നത്. ഇത്തരം ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകങ്ങൾക്ക് എന്തുണ്ട്? ചലിക്കാനുള്ളതുണ്ട് അല്ലെ? ആ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകാതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നു. തുടർന്ന് ഫലകാതിരുകളിൽ സംഭരിച്ച് വച്ചിരിക്കുന്ന ഊർജം പൊടുന്നനെ സ്വതന്ത്രമാക്കപ്പെടും. ഇത് തരംഗരൂപേണ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഭൗമോപരിതലത്തിൽ എത്തുന്നു. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് ഭൗമോപരിതലത്തിൽ ഭൂചലനമായിട്ട് അനുഭവപ്പെടുന്നത്. ഇത്തരം ഭൂകമ്പങ്ങൾ എന്തറിയപ്പെടുന്നു? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നു. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഫോക്കസിനോട് ഏറ്റവും അടുത്ത ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്നും അറിയപ്പെടുന്നു. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഇനി ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ എന്ത് പറയും? അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്നും അറിയപ്പെടുന്നു. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യമെത്തുക. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രങ്ങളിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഈ ചാപ്റ്റർ കുറച്ചൊരു ഒരു മടുപ്പുണ്ടാക്കുന്ന തരം, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പലർക്കും പല സബ്ജക്റ്റ് ആണല്ലോ ഇഷ്ടം. അപ്പോൾ ഇത് പല രീതിയിൽ എടുക്കുന്നവരുണ്ടാവും.
അപ്പോൾ എന്തായാലും നമുക്കെന്താണ് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും പഠിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, ഇതിൽ പിന്നെ അത്ര അധികം പഠിക്കാനൊന്നുമില്ല. കാരണം ഒക്കെ ആ ടേംസ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ മനസ്സിലാക്കി വെച്ചാൽ ഈസിയാണ്. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലാം മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.